നമസ്കാരം, റിയൽ ന്യൂസ്. KBS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട മലപ്പുറം തവന്നൂർ കസ്തൂർബ ബാലികാ സദനത്തിൽ 1984 മുതലുള്ള കാലഘട്ടത്തിൽ താമസിച്ച് പഠിച്ച വിദ്യാർത്ഥികളുടെ സംഗമം കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ചു. 50ഓളം വിദ്യാർത്ഥികളാണ് സംഗമത്തിൽ പങ്കാളികളായത്. 3 വർഷം മുമ്പ് കിനാലൂർ സ്വദേശി പ്രേമി തുടക്കമിട്ട വാട്സപ്പ് കൂട്ടായ്മയാണ് സ്നേഹസംഗമത്തിലേക്ക് കൂട്ടുകാരികളെ എത്തിച്ചത്. കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലുള്ളവരാണ് വീണ്ടും ഒത്തുകൂടിയത്. 38 വർഷങ്ങൾക്ക് ശേഷമുള്ള അവരുടെ സംഗമം എല്ലാവരും ചേർന്ന് ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു. മഹാത്മജിയുടെ പത്നി കസ്തൂർബ ഗാന്ധിയുടെ ഓർമ്മയ്ക്കായി കോഴിക്കോട് പുതിയറയിലാണ് KBS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട കസ്തൂർബ ബാലികാ സദനം ആരംഭിച്ചത്. പിന്നീട് സ്ഥാപനം മലപ്പുറം ജില്ലയിലെ തവന്നൂരിലേക്ക് മാറ്റുകയായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനായാണ് സ്ഥാപനം പ്രവർത്തിച്ചത്. 1984 മുതലുള്ള കാലഘട്ടത്തിൽ ഇവിടെ താമസിച്ച് പഠിച്ച വിദ്യാർത്ഥികളുടെ സംഗമമാണ് കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിക്കപ്പെട്ടത്. ഒട്ടേറെ ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഈ സ്കൂളിലേക്കും ഈ KMG PBS എന്ന സ്കൂളിലേക്കും അതേ സദനത്തിലേക്കും എത്തിപ്പെട്ട അന്തേവാസികളാണ് ഞങ്ങളൊക്കെ തന്നെ. ഒരുപക്ഷെ അച്ഛനമ്മമാർക്ക് നോക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, അമ്മയ്ക്ക് പണിക്ക് പോകണം, അച്ഛൻ മറ്റെവിടെയെങ്കിലും ആയിരിക്കും. അങ്ങനെ കുറേ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കസ്തൂർബ ബാലികാ സദനത്തിൽ പഠിച്ച് ഇന്ന് പല മേഖലകളിലും ജോലി ചെയ്ത്. പക്ഷെ ഞങ്ങൾ ഒന്നിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷ നിമിഷമാണ്. ഒരിക്കലും കണ്ടുമുട്ടുമെന്ന് കരുതാത്ത ഞങ്ങളെല്ലാവരും തന്നെ വീണ്ടും കണ്ടുമുട്ടി ഞങ്ങൾ നല്ലൊരു ജീവിത രീതിയുമായി മുന്നോട്ട് പോയി. ഇനി ഞങ്ങൾ ഒന്നിക്കും. 50ഓളം വിദ്യാർത്ഥികളാണ് സംഗമത്തിൽ പങ്കാളികളായത്. മൂന്ന് വർഷം മുമ്പ് കിനാലൂർ സ്വദേശിയായ പ്രേമി തുടക്കമിട്ട വാട്സപ്പ് കൂട്ടായ്മയാണ് സ്നേഹസംഗമത്തിലേക്ക് കൂട്ടുകാരികളെ എത്തിച്ചത്. 38 വർഷങ്ങൾക്ക് ശേഷമുള്ള അവരുടെ സംഗമം എല്ലാവരും ചേർന്ന് ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു. എല്ലാവരും കണ്ടുമുട്ടിയല്ലേ, എല്ലാവർക്കും സന്തോഷം. ഇത് കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഇതാ സന്ധ്യ ഇതില് അല്ല, ഇവിടെ എല്ലാവർക്കും ഒത്തുകൂടാനുള്ള ഒരു വഴി എല്ലാവരും പരിശ്രമിച്ചിട്ട് ഇവിടെ ആക്കി. എല്ലാവരും ദൈവത്തിനോട് നന്ദി പറയുന്നു. രാഷ്ട്രപിതാവിൻ്റെ ഭാര്യയായ കസ്തൂർബയുടെ പേരുള്ള ആ സദനത്തിൽ ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഭാഗ്യം കിട്ടി. കാരണം ആ അമ്മയുടെ ഒരു ഇതിലാന്ന് തോന്നുന്നു, ആ സ്വഭാവത്തിൽ ഈ മക്കളെല്ലാം അവിടെ പഠിച്ച് പുറത്തിറങ്ങി. എന്തായാലും ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും 40 വർഷത്തിനുള്ളിൽ എല്ലാവർക്കും കാണാൻ സാധിച്ചു. ശരിക്കും പറയാൻ ഒരു സ്മാരകം പോലെ തന്നെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിരുന്നു അത്. അപ്പോൾ അവിടെ പഠിച്ചിറങ്ങിയ ഞങ്ങളെല്ലാവരും ഇന്ന് നല്ല ഒരു വലിയൊരു നിലയിലല്ലെങ്കിലും മോശമില്ലാത്തൊരു രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത്. കാരണം ഞങ്ങൾ എല്ലാ സ്വഭാവക്കാരും എല്ലാ രീതിയിലും എല്ലാവരോടും ഒത്തിണങ്ങി നിന്നുകൊണ്ട് തന്നെ നമുക്ക് എവിടെ ചെന്നാലും ഏത് ആളുകളോട് ഇണങ്ങിച്ചേരാനും ജീവിക്കാനുമുള്ള ഒരു സാഹചര്യം ആർജിച്ചെടുത്തത് ഞങ്ങൾ ആ സ്ഥാപനത്തിൽ നിന്നാണ്. ഞങ്ങൾ കണ്ടുമുട്ടിയത് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാണ്. 7ാം ക്ലാസ് തൊട്ടിട്ട് ഒരു പായയിലും ഉണ്ട് ഉറങ്ങി കഴിഞ്ഞിരുന്ന ഞങ്ങളിങ്ങനെ ഒരുമയോടെ കാണുന്ന ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. കണ്ടതിൽ സന്തോഷമുണ്ട്. ആട്ടവും പാട്ടും സംഗമം ആഹ്ലാദഭരിതമാക്കി. മനസ്സിനുള്ളിലൂറി വന്നൊരെൻ്റെ സ്വപ്നമേ സ്നേഹസംഗമത്തെ കൂടുതൽ ദീപ്തമാക്കാൻ കേക്ക് മുറി നടന്നു. പരിപാടികൾക്ക് സന്ധ്യ ശ്രീനിവാസൻ, സരള, ജയ രവി NP, നിഷ സുനിൽ അമ്പായത്തോട്,
ലത കണ്ണൂർ, ഓമന, പ്രീതി, ജാൻസി നന്മണ്ട, അജിത ചന്ദ്രൻ, പ്രകാശിനി, ഷീജ KVK, ദേവകി, പ്രസന്നകുമാരി, ശ്രീജ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലായാണ് ഇവരെല്ലാം ഇപ്പോൾ താമസിച്ചു വരുന്നത്. ഇനിയും ഒന്നിച്ചുകൂടാമെന്ന ഉറപ്പോടെയാണ് എല്ലാവരും കോഴിക്കോട് നിന്നും മടങ്ങിയത്. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.